ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഋഷി തനിക്ക് കാവലിരിക്കുന്ന ഗുണ്ട ഉറങ്ങുന്ന സമയത്ത് അയാളുടെ ഫോൺ കൈക്കലാക്കി അരുന്ധതിയെ വിളിക്കാൻ തുടങ്ങുന്ന സമയത്താണ് പ്രകാശ് എത്തി ഋഷിയുടെ തലയ്ക്ക് പുറകിൽ അടിക്കുന്നത്. തുടർന്ന് ആ ഗുണ്ടയോട് ഫോണും സിമ്മും കത്തിച്ചു കളയാനും ആ സ്റ്റേറ്റ് തന്നെ വിട്ടു പോകാനും പ്രകാശ് പറയുന്നുണ്ട്. ഏതായാലും ഋഷിയെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത് എസ്തപ്പാനാണെന്നാണല്ലോ അരുന്ധതി വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എസ്തപ്പാന്റെ ആളുകൾ ഋഷിയെ ഉപദ്രവിക്കുന്നു എന്നാണ് അരുന്ധതി കരുതുന്നത്. വീണ്ടും അരുന്ധതി ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. ശേഷം നിനക്ക് നിന്റെ അമ്മയെ വിളിച്ച് വിവരം അറിയിക്കണം അല്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് പ്രകാശ് ഋഷിയെ അടിക്കുന്നു. ഒറ്റയ്ക്കിരിക്കുന്നതിന്റെ ബോറടി ഞാൻ മാറ്റിത്തരാം. വേണ്ടാധീനം കാണിച്ചു കഴിഞ്ഞാൽ നീ ജീവനോടെ പുറത്തു പോയില്ല. നിന്റെ അമ്മയെ കാണാതെ നിനക്ക് പരലോകത്ത് പോകേണ്ടി വരും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വീണ്ടും ഋഷിയെ അടിക്കുന്നുണ്ട് കേട്ടോ പ്രകാശ്. ഇതേ സമയം ഋഷിയെ കസ്റ്റഡിയിലിട്ട് ഗുണ്ടകൾ ഉപദ്രവിക്കുന്ന ആലോചിച്ച് അരുന്ധതിയാണെങ്കിൽ ആകെ വല്ലാതാവുന്നു. തുടർന്ന് അരുന്ധതി ദേവികയെ വിളിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് അരുന്ധതിയുടെ കോള് കാണുന്നതും ആകെ വല്ലാതാവുന്നുണ്ട് ദേവികയും ശാരികയും. അങ്ങനെ അരുന്ധതിയുടെ കോൾ എടുക്കുകയാണ് ദേവിക. അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ മോനെ എന്താ ചെയ്തതെന്ന് പറ, അവനെ ഉപദ്രവിക്കരുത്. നന്ദൻ എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ച് ഞാൻ നിന്റെ മുന്നിൽ എത്തിക്കാം. അതുവരെ എൻ്റെ മോന് ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല എന്നെല്ലാം അരുന്ധതി പറയുമ്പോൾ തന്നെ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ ദേവിക. കാരണം നന്ദൻ അപ്പോൾ ദേവിക പറയുന്നുണ്ട്, നന്ദൻ എൻ്റെ മുന്നിൽ എത്തുന്നത് വരെ ഋഷിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് ഞാൻ മേഡത്തിന് ഉറപ്പ് തരാം എന്നൊക്കെ ദേവിക പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഋഷിയെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നവരാണ് ഋഷിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ഋഷി ഒരു പക്ഷേ അരുന്ധതിയെ വിളിക്കാനായിട്ട് ഒരു ശ്രമം നടത്തി കാണും എന്നെല്ലാം ദേവിക മനസ്സിലാക്കുന്നു. തുടർന്ന് ദേവിക പറയുന്നുണ്ട്, നന്ദു എൻ്റെ മുന്നിൽ എത്തുന്നത് വരെ ഋഷിക്ക് ഒരാപത്തും സംഭവിക്കില്ല എന്ന കാര്യത്തിൽ മേഡത്തിന് ഞാൻ ഉറപ്പ് തരാമെന്ന് ദേവിക പറയുന്നു. ശേഷം എന്താ ചേച്ചി എന്നെല്ലാം ശാരിക ചോദിക്കുമ്പോൾ ഋഷി മേഡത്തെ കോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് ഋഷിയെ അവർ ഉപദ്രവിക്കുന്നതായിട്ടും മാഡം മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് മാഡം എന്നെ വിളിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ ദേവിക. ഏതായാലും മാഡം നമ്മൾ പറഞ്ഞതെല്ലാം വിശ്വസിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിലൊരു കുഴപ്പമുണ്ട് ചേച്ചി. ഇനി ഋഷിയെ തട്ടിക്കൊണ്ടു പോയവർ ഋഷിയെ അപായപ്പെടുത്താൻ എങ്ങാനും ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നമുക്കൊരു കുരുക്കാവെന്ന് പറയുമ്പോൾ അതിനു മുൻപ് ഇതിനൊക്കെ പിന്നിൽ കളിച്ചിരിക്കുന്നത് ആരാണെന്ന് കണ്ടെത്തണം. ഏതായാലും നന്ദുവിനെ ഏത് വിധേനയും കണ്ടെത്താനായിട്ട് അരുന്ധതി മേഡം തന്നെ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നും ദേവിക പറയുന്നു. പിന്നീട് ഇസബെല്ല പറഞ്ഞിട്ട് കെവിൻ എസ്തപ്പാൻ ചേട്ടനെ കാണാനായിട്ട് ചെല്ലുന്നു. ഇപ്പോൾ അരുന്ധതി അന്വേഷിക്കുന്നത് ഋഷി എവിടെയാണെന്നല്ല, നന്ദൻ എവിടെയുണ്ടെന്നാണ് അരുന്ധതിക്ക് അറിയേണ്ടത്. അതുകൊണ്ട് തന്നെ ദേവികയുടെ ആളായ എസ്തപ്പാൻ എന്ന ഗുണ്ടയുടെ കസ്റ്റഡിയിലാണോ ഋഷി? ഇതിനു പുറകിൽ എന്തോ ഒരു വലിയ രഹസ്യമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ അരുന്ധതി വാലിന് തീ പിടിച്ചതുപോലെ ഓടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം ഇസബെല്ലയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇസബെല്ല കെവിനെ പറഞ്ഞിരിച്ചിരിക്കുന്നത്. പക്ഷേ നന്ദൻ സാറിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഋഷി മരിച്ചു എന്ന് വിശ്വസിപ്പിച്ച് വലിയൊരു ചതി നാടകം നടത്തിയത് അതിൻ്റെ ഒരു മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്നത് കെവിനാണ്. അപ്പോൾ ആ ഒരു ദേഷ്യം എസ്തപ്പാൻ ചേട്ടന് കെവിനോടുണ്ട്. കെവിനെ കയ്യിൽ കിട്ടാനായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു എസ്തപ്പാൻ ചേട്ടൻ. ഏതായാലും കെവിൻ എസ്തപ്പാൻ ചേട്ടനിൽ നിന്ന് പല വിവരങ്ങളും ചോദിച്ചറിയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ദേവിക പറഞ്ഞിട്ട് നിങ്ങളാണോ ഋഷിയെ കസ്റ്റഡിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നെല്ലാം കെവിൻ ചോദിക്കുന്നു. പക്ഷേ കെവിനെ ശരിക്ക് കൈകാര്യം ചെയ്തു വിടുകയാണ് കേട്ടോ എസ്തപ്പാൻ ചേട്ടൻ. അപ്പോൾ എസ്തപ്പാൻ ചേട്ടൻ്റെ ആ കൈക്കര്യത്തിന് മുന്നിൽ ആകെ പതറി പോകുന്നുണ്ട് കെവിൻ. തുടർന്ന് എന്നെ ഇനി ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എസ്തപ്പാൻ ചേട്ടൻ്റെ മുന്നിൽ കരഞ്ഞു നിലവിളിക്കുകയാണ് കേട്ടോ കെവിൻ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് ദേവിക്ക് ഒരു കോള് വരുന്നതാണ്. അപ്പോൾ ദേവിക ആ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു പക്ഷേ ഗുണ്ടകളുടെ കസ്റ്റഡിയിൽ നിന്നും അവരുടെ കണ്ണ് വെട്ടിച്ച് നന്ദൻ ദേവികയെ വിളിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഋഷിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു, ആ ഒരു ദുരന്ത വാർത്ത ദേവികയെ തേടി എത്തുന്നതായിരിക്കും. എന്തായാലും ഇപ്പോൾ ഹരിസാറിനാണെങ്കിലും പ്രകാശിന് മേൽ ഒരു സംശയം തോന്നുന്ന സ്ഥിതിക്ക് പ്രകാശിനെയും അവരിപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിലൂടെ ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ യഥാർത്ഥ പ്രതി വലയിൽ വീഴും എന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രകാശിൻ്റെ ആ ഒരു ചതി നാടകം എല്ലാവരുടെയും മുന്നിൽ വെളിച്ചത്ത് വരും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന ത്രില്ലിംഗ് എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്